ഇന്ന് നമ്മൾ ചെയ്യുന്നത് ക്ലാസ് 9 ചാപ്റ്റർ 2 എക്സസൈസ് 2.4 സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. എ മൊബൈൽ ഫോൺ ഈസ് ബോട്ട് ഫോർ ₹10,000. ഇറ്റ്സ് വാല്യൂ ഡിക്രീസസ് ബൈ ₹800 എവരി ഇയർ. അപ്പോൾ മൊബൈൽ ഫോണ് വാങ്ങിച്ചത് 10,000 രൂപയ്ക്കാണ്. ഓരോ വർഷവും അതിൻ്റെ പ്രൈസ് 800 രൂപ വെച്ച് ഡിക്രീസ് ആവുന്നുണ്ട്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദ ഫോൺ ആഫ്റ്റർ 3 ഇയേഴ്സ്. 3 വർഷം കഴിയുമ്പോൾ ഫോണിൻ്റെ വാല്യൂ എന്തായിരിക്കുമെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഫോണിൻ്റെ ഇനിഷ്യൽ വാല്യൂ എത്രയാണ്? ഇനിഷ്യൽ വാല്യൂ 10,000 ആണ്. ഓരോ വർഷവും ഡിക്രീസ് ആകുന്നത് 800 റുപ്പീസ് വെച്ചാണ്. അപ്പോൾ നമ്മൾ 3 വർഷം കഴിഞ്ഞുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഡിക്രീസ് ഇൻ വാല്യൂ ആഫ്റ്റർ 1 ഇയർ എന്ന് പറയുന്നത് 800 ആണ് അല്ലേ. ഇസ് ഈക്വൽ ടു ₹800. സോ വാല്യൂ ആഫ്റ്റർ 3 ഇയേഴ്സ്. വാല്യൂ എന്തായിരിക്കും? 3 ഇയേഴ്സ് കഴിയുമ്പോൾ വാല്യൂ എന്തായിരിക്കും? ഈ 10,000-ൽ നിന്ന് 800 ഇൻറ്റു 3 ചെയ്യണം അല്ലേ. 800 3 ടൈംസ് സബ്ട്രാക്റ്റ് ആകും. ഫസ്റ്റ് ഇയറിൽ 800, സെക്കൻഡ് ഇയറിൽ ഒരു 800 വരും, തേർഡ് ഇയർ ആകുമ്പം അതിൻ്റെ കൂടെ വീണ്ടും ഒരു 800 കൂടെ. അപ്പോൾ 3 800കൾ സബ്ട്രാക്റ്റ് ആകണം. അപ്പോൾ എന്തെഴുതാം? 800 ഇൻറ്റു 3 ഇസ് ഈക്വൽ ടു 10,000 minus 8 3s are 24. 2,400 is equal to 7,600 rupees ആണ് ആഫ്റ്റർ 3 ഇയേഴ്സ് ഫോണിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് മേക്ക് എ ടേബിൾ ഓഫ് വാല്യൂ ഫോർ ടി വേരിയിങ് ഫ്രം 0 to 8 ഇയേഴ്സ് ആൻഡ് ഷോ ഹൗ ദ വാല്യൂ ഓഫ് ദി ഫോൺ വി ഡിപ്രീഷിയേറ്റ്സ് വിത്ത് ടൈം. അപ്പോൾ ഇവിടെ ഇനി നമ്മളോട് ടേബിൾ മേക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ടി എന്ന് പറയുന്നത് എന്താ? ടി എന്ന് പറയുന്നത് മന്തായിട്ട് നമുക്കെടുക്കാം, ഇയർ ആയിട്ട് നമുക്കെടുക്കാം. ഇയർ 0 to 10 വരെ ഉള്ള ഇയറിൽ ഫോണിൻ്റെ വാല്യൂ ഡിപ്രീഷിയേറ്റ് ആകുന്നതിൻ്റെ ടേബിൾ വരയ്ക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സെക്കൻഡ് 1-ൽ ടി ഇയേഴ്സാണ്. അടുത്തതെന്താ? വി ഫോണിൻ്റെ വാല്യൂ റുപ്പീസിൽ. അപ്പോൾ ഫോണിൻ്റെ സ്റ്റാർട്ടിങ്ങിലെ പ്രൈസ് എത്രയായിരുന്നു? 10,000 ആയിരുന്നു. ഫസ്റ്റ് ഇയറിൽ 800 എന്തായി? വാല്യൂ ഡിക്രീസായി. അപ്പം 10,000-ൽ നിന്ന് 800 പോയാൽ 9,200. അടുത്ത രണ്ടാമത്തെ വർഷം വീണ്ടും ഇതിൽ നിന്ന് 800 ഡിക്രീസ് ആകുന്നു. അപ്പോൾ 8,400. ഇതിൽ നിന്ന് വീണ്ടും 800 ഡിക്രീസ് ആകുന്നു. അപ്പോൾ 7,600. വീണ്ടും നാലാമത്തെ വർഷം 800 ഡിക്രീസ് ആകുന്നു. അപ്പോൾ 6,800. വീണ്ടും 800 ഡിക്രീസ് ആകുമ്പോൾ 6,000. അടുത്ത എന്ത് വരും? 5,200. അടുത്തത് 4,400. അടുത്തത് 3,600. ഇങ്ങനെ ഓരോ വർഷവും 800 വെച്ച് ഡിക്രീസ് ആകും. ഇനി അടുത്ത എന്താ? ഫൈൻഡ് ആൻ എക്സ്പ്രഷൻ ദാറ്റ് റിലേറ്റ്സ് വി ആൻഡ് ടി ആൻഡ് എക്സ്പ്ലെയിൻ വൈ ഇറ്റ് റെപ്രസെൻറ്റ് ലീനിയർ ഡീകേ. ഇപ്പോൾ വിയും ടിയും കൂടെ റിലേറ്റ് ആകുന്ന എക്സ്പ്രഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ തേർഡ് ക്വസ്റ്റ്യൻ എക്സ്പ്രഷൻ എന്ത് വരും? എക്സ്പ്രഷൻ നമ്മുടെ ഇനിഷ്യൽ വാല്യൂ 10,000 ആയിരുന്നു. അതിൽ നിന്ന് 800 എവരി ഇയർ ഡിക്രീസ് ആകും. ഇയറിനെ നമുക്ക് ടി എന്നെടുക്കാം. അപ്പോൾ എന്ത് വന്നു? 10,000 മൈനസ് 800 ടി ആണ് നമ്മുടെ എക്സ്പ്രഷൻ. ഇനി ലീനിയർ ഡീകേ ആകാൻ കാരണം എന്താണ് എന്ന് പറയണം. കാരണം എന്താ? ബിക്കോസ് ദ വാല്യൂ ഡിക്രീസസ് ബൈ എ കോൺസ്റ്റൻറ്റ് എമൗണ്ട് എവരി ഇയർ. കോൺസ്റ്റൻറ്റ് എമൗണ്ട് എന്ന് പറയുന്നത് ₹800 ആണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി തേർഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ ദ ഇനിഷ്യൽ പോപ്പുലേഷൻ ഓഫ് എ വില്ലേജ് ഈസ് 750. എവരി ഇയർ 50 പീപ്പിൾ മൂവ് ഫ്രം എ നിയർ ബൈ സിറ്റി ടു ദ വില്ലേജ്. ഒരു വില്ലേജിലെ പോപ്പുലേഷൻ 750 ആണ്. അപ്പോൾ അടുത്തുള്ള സിറ്റിയിൽ നിന്ന് എല്ലാ വർഷവും 50 പീപ്പിൾ വെച്ച് വില്ലേജിലേക്ക് മൂവ് ആകും. ഫൈൻഡ് ദ പോപ്പുലേഷൻ ഓഫ് ദ വില്ലേജ് ആഫ്റ്റർ 6 ഇയേഴ്സ്. 6 വർഷം കഴിയുമ്പോൾ വില്ലേജിലെ പോപ്പുലേഷൻ എന്താണ് എന്ന് കണ്ടുപിടിക്കണം. അപ്പം വില്ലേജിലെ ഇനിഷ്യൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 750 ആണ്. എല്ലാ വർഷവും 50 പേര് വെച്ച് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ആദ്യത്തെ വർഷമാകുമ്പം
750 എന്നുള്ളത് 800 ആവും. രണ്ടാമത്തെ വർഷമാകുമ്പം 850 ആവും. മൂന്നാമത്തെ വർഷമാകുമ്പം 900 ആവും. അപ്പോൾ അങ്ങനെ ഓരോ വർഷവും 50 പേര് വെച്ച് കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെ 6 വർഷം കഴിയുമ്പോൾ വില്ലേജിലെ പോപ്പുലേഷൻ എന്താണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ പോപ്പുലേഷൻ ആഫ്റ്റർ 6 years ഇസ് ഈക്വൽ ടു എന്ത് വരും? ഇനീഷ്യൽ പോപ്പുലേഷൻ 750 ആയിരുന്നു, അതിൻ്റെ കൂടെ ആഡ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ +50 എത്ര വർഷം കഴിയുമ്പോഴാണ്? 6 years കഴിയുമ്പോൾ. അപ്പോൾ 50 × 6 ഇസ് ഈക്വൽ ടു 750 + 6 5s are 30, 300 വരും. അപ്പോൾ 1050 ആണ് 6 years കഴിയുമ്പോൾ വില്ലേജിലെ പോപ്പുലേഷൻ. ഇനി അടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യൻ. മേക്ക് എ ടേബിൾ ഓഫ് വാല്യൂ ഫോർ ടി വേരിയിങ് ഫ്രം 0 to 10 years ആൻഡ് ഷോ ഹൗ ദ പോപ്പുലേഷൻ പി ഇൻക്രീസസ് എവറി ഇയർ. ഇയർ 0 to 10 വരെ വേരി ചെയ്യുന്ന ടേബിൾ മേക്ക് ചെയ്യാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താ? ഷോ ഹൗ ദ പോപ്പുലേഷൻ പി ഇൻക്രീസസ് എവരി ഇയർ. എല്ലാ വർഷവും പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നും കാണിക്കാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടേബിൾ എങ്ങനെ വരയ്ക്കാം? ഫസ്റ്റ് ടി ഇയേഴ്സിൽ, അടുത്തത് പി, അതെന്താ? പോപ്പുലേഷൻ. 0 ആകുമ്പം ഇനിഷ്യൽ പോപ്പുലേഷൻ എത്രയാണ്? 750. 1 year ആകുമ്പം വീണ്ടും 50 ഇതിൻ്റെ കൂടെ ആഡായി 800 ആവും. അടുത്തത് രണ്ടാമത്തെ വർഷം വീണ്ടും 50 ആഡാവും, അപ്പോൾ 850. മൂന്നാമത്തെ വർഷം വീണ്ടും 50 ആഡായി 900 ആവും. നാലാമത്തെ വർഷം വീണ്ടും 50 ആഡായി 950 ആവും. അഞ്ചാമത്തെ വർഷം വീണ്ടും 50 ആഡായി 1000 ആവും. ആറാമത്തെ വർഷം വീണ്ടും 50 ആഡാവും. ഏഴാമത്തെ വർഷം വീണ്ടും 50 ആഡായി 1100 ആവും. എട്ടാമത്തെ വർഷം വീണ്ടും 50 ആഡായി 1150. ഒൻപതാമത്തെ വർഷം 1200. അടുത്തത് പത്താമത്തെ വർഷം 1250. 10 വർഷം കഴിയുമ്പോൾ അപ്പോൾ വില്ലേജിലെ പോപ്പുലേഷൻ എത്രയാണ്? 1250 ആണ്. അപ്പോൾ ഇവിടെ ഓരോ വർഷവും പോപ്പുലേഷൻ ഇൻക്രീസ് ആകുന്നത് എത്ര വെച്ചാണ്? 50 വെച്ചാണ് ഇൻക്രീസ് ആകുന്നത്. ഓക്കെ. ഇനി അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ആൻ എക്സ്പ്രഷൻ ദാറ്റ് റിലേറ്റ്സ് പി ആൻഡ് ടി ആൻഡ് എക്സ്പ്ലെയിൻ വൈ ഇറ്റ് റെപ്രസെൻറ്റ് ലീനിയർ ഗ്രോത്ത്. അപ്പോൾ പിയും ടിയും വെച്ചുള്ള എക്സ്പ്രഷൻ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എക്സ്പ്രഷൻ നമുക്ക് എന്തെഴുതാം? ഇസ് ഈക്വൽ ടു 750 ആണ് ഇനിഷ്യൽ പോപ്പുലേഷൻ, അതിൻ്റെ കൂടെ 50 വെച്ച് എല്ലാ ഇയറിലും ആഡാകുന്നു. അപ്പോൾ 50 × ടി, ദാറ്റ് ഈസ് 50t. അപ്പോൾ 750 + 50t. ഇനി റീസൺ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, ലീനിയർ ഗ്രോത്തിൻ്റെ റീസൺ അല്ലേ? ബിക്കോസ് എന്തെഴുതാം? ദിസ് റെപ്രസെൻറ്റ് ലീനിയർ ഗ്രോത്ത് ബിക്കോസ് ദ പോപ്പുലേഷൻ ഇൻക്രീസസ് ബൈ എ കോൺസ്റ്റൻറ്റ് നമ്പർ എവരി ഇയർ. കോൺസ്റ്റൻറ്റ് നമ്പർ എന്ന് പറയുന്നത് 50 people ആണ്. 50 people എവരി ഇയർ. Fourth question. A telecom company charges ₹600 for a certain recharge scheme. This prepaid balance is reduced by ₹15 each day after the recharge. അപ്പോൾ ഒരു ടെലികോം കമ്പനി റീചാർജ് സ്കീമിൽ എന്താ ചെയ്യുന്നത്? 600 rupees ചാർജ് ചെയ്യുന്നു. റീചാർജിന് ശേഷം ഈ പ്രീപെയ്ഡ് ബാലൻസിൽ നിന്ന് 15 rupees വെച്ച് റെഡ്യൂസ് ആവും. ഓരോ ദിവസവും 15 rupees വെച്ച് റെഡ്യൂസ് ആവും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? റൈറ്റ് ആൻ ഇക്വേഷൻ ദാറ്റ് മോഡൽസ് ദ റിമൈനിങ് ബാലൻസ് ബി ഓഫ് എക്സ് ആഫ്റ്റർ യൂസിങ് ദ സ്കീം ഫോർ എക്സ് ഡേയ്സ്. അപ്പോൾ ഈ സ്കീം എക്സ് ഡേയ്സിലേക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞുള്ള റിമൈനിങ് ബാലൻസിൻ്റെ ഇക്വേഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ റിമൈനിങ് ബാലൻസ് ബി ഓഫ് എക്സ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? ഇക്വേഷൻ എന്തെഴുതാം? റിമൈനിങ് ബാലൻസിൻ്റെ ഇക്വേഷനാണ്. അപ്പോൾ ബി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? റിമൈനിങ് ബാലൻസ് എന്ന് പറയുന്നത് അപ്പോൾ എന്താ? ആദ്യം ചാർജ് ചെയ്തപ്പോൾ 600 rupees ആയിരുന്നു. അതിൽ നിന്ന് ഓരോ ദിവസവും 15 rupees വെച്ച് റെഡ്യൂസ് ആവും. അത് എത്ര ദിവസമാണ്? എക്സ് ഡേയ്സിൽ. അപ്പോൾ 15 rupees വെച്ച് എക്സ് ഡേയ്സിൽ റെഡ്യൂസ് ആവും. ഓക്കെ. അപ്പോൾ ഇക്വേഷൻ എന്ത് വന്നു? 600 - 15x. ഇതാണ് ഇക്വേഷൻ. ബി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 600 - 15x.
ഇനി എന്താ, എക്സ്പ്ലെയിൻ വൈ ഇറ്റ് റെപ്രസെൻറ്റ് ലീനിയർ ഡി കെ. ഇവിടെ ലീനിയർ ഡി കെ ആണ് വരുന്നത്, ഇവിടെ വാല്യൂ ഡിക്രീസ് ആവുകയാണ് ചെയ്യുന്നത് അല്ലേ, അതുകൊണ്ട് ലീനിയർ ഡി കെ ആണ്. അപ്പോൾ അതിന് കാരണം എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. കാരണം എന്താ, ദിസ് റെപ്രസെൻറ്റ്സ് ലീനിയർ ഡി കെ ബിക്കോസ് the balance decreases by a constant amount every day. ഇനി അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ, ആഫ്റ്റർ ഹൗ മെനി ഡേയ്സ് വിൽ ദ ബാലൻസ് റൺ ഔട്ട്. എത്ര ദിവസം കഴിയുമ്പോഴാണ് ഈ ബാലൻസ് മൊത്തം തീരുന്നതെന്ന് നമ്മൾ പറയണം. ബാലൻസ് തീർന്നു കഴിഞ്ഞാൽ പിന്നെന്താ, 0 ആണല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ബി ഓഫ് എക്സ് എന്ന് പറയുന്നത് റിമൈനിങ് ബാലൻസ് ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ റിമൈനിങ് ബാലൻസ് 0 ആകുന്നത് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം ഈ ബി ഓഫ് എക്സിൻ്റെ അവിടെ എന്ത് കൊടുക്കാം, നമുക്ക് 0 കൊടുക്കാം. വെൻ ബാലൻസ് റൺസ് ഔട്ട് റിമൈനിങ് ബാലൻസ് എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പോൾ ഈ ഇക്വേഷനകത്ത് നമുക്ക് എങ്ങനെ എഴുതാം, 600 മൈനസ് 15x ഈസ് ഈക്വൽ ടു 0. ഇനി ഞാൻ ഈ 15xനെ ഇപ്പുറത്ത് കൊണ്ടുവരുന്നു. അപ്പോൾ 15x ഈസ് ഈക്വൽ ടു 600. 15x ഇപ്പുറത്ത് വരുന്നു, ഞാനതിനെ തിരിച്ചെഴുതിയെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ x ഈസ് ഈക്വൽ ടു 600 ബൈ 15 ഈസ് ഈക്വൽ ടു 40. അപ്പോൾ 40 ഡേയ്സ് കഴിയുമ്പോഴാണ് ബാലൻസ് റൺ ഔട്ട് ആകുന്നത്. ദ ബാലൻസ് വിൽ റൺ ഔട്ട് ആഫ്റ്റർ 40 ഡേയ്സ്. അങ്ങനെ ഒരു സെൻറ്റൻസും കൂടെ നിങ്ങളിവിടെ എഴുതിയിട്ടാണ് കേട്ടോ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, മേക്ക് എ ടേബിൾ ഓഫ് വാല്യൂ ഫോർ എക്സ് വേരിയിങ് ഫ്രം 1 to 10 days ആൻഡ് ഷോ ഹൗ ദ ബാലൻസ് ബി ഓഫ് എക്സ് റെഡ്യൂസസ് വിത്ത് ടൈം. അപ്പോൾ ഇവിടെ എക്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു, ഓരോ ദിവസവും ഡേ ആയിരുന്നു അല്ലേ. അപ്പോൾ 1 തൊട്ട് 10 വരെയുള്ള ഡേയ്സ് വേരി ചെയ്യുന്നതിൻ്റെ ടേബിൾ ഉണ്ടാക്കണം. ബാലൻസ് ബി ഓഫ് എക്സ് റെഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നതിൽ കാണിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് എക്സ് ഡേയ്സ്, ബി ഓഫ് എക്സ് റിമൈനിങ് ബാലൻസ്, അത് റുപ്പീസിലാണ്. അപ്പോൾ ഇവിടെ 0 വേണ്ട, 1 to 10 days ആണ്. അപ്പോൾ 0 വരുമ്പോഴാണ് നമ്മൾ ഇനിഷ്യൽ വാല്യൂ എഴുതുന്നത്. ഇവിടെ 0 ഇല്ല, 1 ആണ്. 1 ആകുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, 600ൽ നിന്ന് 15 റെഡ്യൂസ് ആകുന്നുണ്ട്. അപ്പോൾ എന്ത് വരും, 585. അടുത്തത് രണ്ടാമത്തെ ദിവസം വീണ്ടും 15 റെഡ്യൂസ് ആകുന്നു. അപ്പോൾ എന്താവും, 570. മൂന്നാമത്തെ ദിവസം വീണ്ടും 15 റെഡ്യൂസ് ആകും, അപ്പോൾ 555. നാലാമത്തെ ദിവസം വീണ്ടും 15 റെഡ്യൂസ് ആകും, അപ്പോൾ ഇവിടെ 540. അഞ്ചാമത്തെ ദിവസമാകുമ്പം 525. ആറാമത്തെ ദിവസമാകുമ്പോൾ 510. ഏഴാമത്തെ ദിവസമാകുമ്പോൾ 495. എട്ടാമത്തെ ദിവസമാകുമ്പോൾ 480. ഒൻപതാമത്തെ ദിവസമാകുമ്പോൾ 465. പത്താമത്തെ ദിവസമാകുമ്പോൾ 450. ഇങ്ങനെയാണ് ഇതിൻ്റെ ടേബിൾ നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഡേയ്സ് ഇൻക്രീസ് ആകുന്നതനുസരിച്ച് റിമൈനിങ് ബാലൻസ് റെഡ്യൂസ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബി ഓഫ് എക്സ് റെഡ്യൂസ് ആകുന്നു. 585 നിന്ന് എവിടെ എത്തി, 10 ഡേയ്സ് കഴിഞ്ഞപ്പോൾ 450-ലെത്തി. അപ്പോൾ നമ്മളിവിടെ ലീനിയർ ഗ്രോത്തും ലീനിയർ ഡീക്കേയും എന്താണ് എന്ന് നമ്മൾ പഠിച്ചു. അതിൻ്റെ പ്രോബ്ലംസും ചെയ്ത് കഴിഞ്ഞു. ഇനി പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം.